നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളെ പ്രശ്നങ്ങളും പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പറയുന്ന ഞാനടക്കം കേൾക്കുന്ന 100 കൂട്ടം വരുന്ന ആളുകളിൽ സുഹൃത്തുക്കളെ ആരെങ്കിലും പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആളുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നിലക്ക് പ്രയാസം ലഭിക്കാത്ത ആരും ഇരിക്കുന്നില്ല. അല്ലാഹു പറയാണ്, നമ്മൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ കുറയും അല്ലാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിൽ പഠിപ്പിക്കുകയാണ്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാരംഭ ദിശയിൽ അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങുന്ന ആദ്യ നാളുകളിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങൾ ചെറുതല്ല കൂട്ടരെ. ഒട്ടനേകം പ്രയാസങ്ങളാണ്. വിശ്വസിക്കുന്നവരെല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് പലതും ചെയ്തു കൂട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് തേങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചിറക്കുന്ന വാക്കാണ് ഫസ്ബിർ അലാ മാ യഖൂലു. നബിയേ, അവർ പറയുന്നതിൽ നീ ക്ഷമിക്കുക മാത്രമല്ല, ഈ നിന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായ റഹ്മാനായ റബ്ബ് നിർദ്ദേശിച്ച കാര്യം എന്താണെന്നറിയോ? വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ. എന്താ? നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കുക. എപ്പോ? സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് മുൻപും, അഥവാ രാവിലെയും വൈകുന്നേരവും നീ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറയുന്നതാണ്. കേവലം സുബ്ഹാനല്ലാഹിനെ കുറിച്ച് മാത്രമല്ല പറയണം. അപ്പൊ സുഹൃത്തുക്കളെ, ദിക്റുകളിൽ അടച്ച് മനസ്സിന്റെ പിരിമുറുക്കത്തിന് ഒട്ടേറെ ശമനങ്ങൾ ഉണ്ടെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നന്മയുടെ തുലാസ് കനം തൂക്കുന്ന വലിയ ഒരു വിഭവമാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന കേവല വാക്കല്ല, മനസ്സ് തട്ടിച്ചൊല്ലുന്നൊരു വാക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർള്. സുഹൃത്തുക്കളെ, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ എത്ര ഗ്യാപ്പുണ്ട്, എത്ര നന്മകൾ. ഈ നന്മകളെ നമ്മൾ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എത്ര സ്പേസ് ഉണ്ട്. അത് മുഴുവനും നമുക്കുള്ള നന്മകളാക്കി മാറ്റിൽ എത്ര ഉണ്ടാകും? അത്രയും നന്മകൾ നാളെ നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് എടുത്തു വെക്കാൻ കഴിയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ പരലോകത്തേക്കുള്ള നന്മയുടെ തുലാസിലേക്ക് ചെറുതല്ല, ആകാശഭൂമികൾക്കിടയിൽ നിറക്കാൻ മാത്രം പര്യാപ്തമായ നന്മകളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന മനസ്സ് തട്ടിയിട്ടുള്ള തസ്ബീഹ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ സഹോദരങ്ങളെ? പ്രയാസങ്ങളെ റഹ്മാനായ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർത്തും അവിചാരിതമായി ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്യത്ഭുതകരമായ രക്ഷപ്പെടലേ നടന്നത്. മത്സ്യത്തിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട രംഗം എത്ര അത്ഭുതകരമാണ്. എന്താ അദ്ദേഹം രക്ഷപ്പെടാനുള്ള കാരണം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു പറയാണ്, അദ്ദേഹം റഹ്മാനായ റബ്ബിനെ പ്രകീർത്തിക്കുന്ന ആളിൽ പെട്ടവനല്ലായിരുന്നുവെങ്കിൽ, എപ്പോൾ? ഒരു പ്രയാസം തട്ടിയപ്പോഴല്ല, അതിനു മുൻപ് തന്നെ അദ്ദേഹം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന മനുഷ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ക്വാളിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, മരിക്കോളം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നിരുന്നു എന്നാണ്. പക്ഷെ ചരിത്രം നമുക്കറിയാം, ഒരു പോറൽ പോലും നിൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. എന്തേ കാരണം കൂട്ടരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ഒന്നാമത്തെ സഫിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായി കടന്നു വരുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മൾ പോലും അറിയാത്തൊരു രക്ഷാ കവചം നമ്മുടെ മുമ്പിലേക്ക് ഒരുക്കി തരാൻ, ഒരു മാർഗം തുറന്നു തരാൻ സഹോദരാ നമ്മൾ നടത്തുന്ന ഇത്തരം വാക്കുകളെ കൊണ്ട് കഴിയുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. 100 തവണ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് ചൊല്ലാൻ നമുക്ക് കഴിയും. എത്ര സമയമാണ് നമുക്ക് വേണ്ടത്? മാക്സിമം പോയാൽ ഒരു 3 മിനിറ്റ്, അല്ലെ? ഒരു 3.5 മിനിറ്റ് മനസ്സ് തട്ടി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നൊന്ന് മനസ്സ് തട്ടി നാവ് കൊണ്ട് പറയുന്നത് മനസ്സിലേക്ക് ആവാഹിച്ച് പറയാൻ കേവലം ഒരു 3 മിനിറ്റ്.
സഹോദര, ഒരു ദിവസത്തിൽ 100 തവണ നമുക്ക് ചൊല്ലാൻ പറ്റുമോ? നമ്മളെ കാത്തിരിക്കുന്ന പ്രതിഫലത്തിന്റെ കണക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒട്ടനേകം ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഒട്ടനേകം എന്ന വാക്കിന് അള്ളാന്റെ റസൂൽ തന്നെ വിശദീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറത്തിൻ, ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? എങ്കിലോ ഹുത്തത് ഖതായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊടുക്കും. ഇൻ കാന മിസ്ല സബദിൽ ബഹരി, സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞേ? കടലിലെ നുരയോളം ചെറുപാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. നമ്മൾ പോലും അറിയാതെ വാക്കിലൂടെ, നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ ഒക്കെ കടന്നു വന്ന ചെറിയ പാപങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അതിനൊക്കെ ഒരു പരിഹാരം യഥാർത്ഥത്തിൽ ഒരു 100 തവണ ചൊല്ലുന്ന ഒരു മനുഷ്യർക്ക് കിട്ടുമെന്ന വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും 100 തവണ ചൊല്ലുകയാണെങ്കിൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി. നാളെ പരലോകത്ത് വരുമ്പോൾ ഏറ്റവും ഉന്നതമായ ഓഹരി കൊണ്ടുവരുന്ന ആരാന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം 100 തവണ ചൊല്ലുന്ന ഒരു മനുഷ്യർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അതിനേക്കാൾ വലിയൊരു അധ്വാനം അന്ന് നമുക്ക് അധ്വാനിക്കാനില്ല എന്നാണ്. അന്ന് നമ്മൾ മരിച്ചു എന്ന് കൂട്ടുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ മനസ്സ് തട്ടി ചൊല്ലിയ അന്ന് നമ്മൾ മരിക്കുമ്പോൾ അന്നത്തെ ദിവസം നാം പരലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാറ്റിവെച്ച ആ ഒരു നീക്കിയിരിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, നമ്മളൊക്കെ വരാറുണ്ട് പള്ളിയിൽ, സുബഹിക്ക് വരാറുണ്ട്, അസറിന് വരാറുണ്ട്. സുഹൃത്തെ, രാവിലെയും വൈകുന്നേരം അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിച്ച സമയമാണ്. ഒരു 3 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് കഴിയുമോ? നമ്മളെ കാത്തിരിക്കുന്ന വലിയ മഹത്തരമായ നന്മയാണ് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെപ്പറ്റി തന്നെ വീണ്ടും വിശദീകരിച്ചു. എന്താ പറഞ്ഞത്? അയഅജിസു അഹദുക്കും അയക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. ഒരു ദിവസം 1000 നന്മ നിനക്ക് നേടാൻ കഴിയുമോ? 1000 നന്മ നിനക്ക് നേടിയെടുക്കാൻ കഴിയുമോ? ഫസഅലഹു സായിലുൻ മിൻ ജുലസാഇഹി, പ്രവാചകന്റെ സവിധത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, പ്രവാചകരെ, കൈഫ നക്സിബു അഹദുനൽ യൗമ 100 അൽഫ ഹസന, ഒരു ദിവസം 1000 നന്മക്ക് നേടിയെടുക്കുക എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റി? എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, കുടുംബത്തെ നോക്കാനുള്ള പണിയുണ്ട്, ഇഷ്ടം പോലെ പണികളുണ്ട്. ഇതിനിടയിൽ പരലോകത്തേക്ക് വേണ്ടി ഒരു ദിവസം 1000 നന്മക്ക് നേടാന്ന് പറഞ്ഞാൽ എത്ര സമയം മാറ്റി വെക്കേണ്ടി വരും, എത്ര അധ്വാനങ്ങൾ വേണ്ടി വരും? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അത്രയൊന്നും അധ്വാനം വേണ്ട. എത്ര വേണ്ടത്? യുസബ്ബിഹു 100 തസ്ബീഹ, ഒരു 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാൻ കഴിയുമോ? ഫയുക്തബു ലഹു അൽഫ ഹസന, അവൻക്ക് 1000 നന്മകൾ രേഖപ്പെടുത്തും. ഔ യുഹത്തു അൻഹു അൽഫ ഖതിഅ, അല്ലെങ്കിൽ 1000 തിന്മകൾ സഹോദര അവന്റെ അക്കൗണ്ടിൽ നിന്നും റഹ്മാനായ റബ്ബ് അത് ഡിലീറ്റ് ചെയ്ത് കളയുമെന്നാണ്. 3 മിനിറ്റ് ചെലവഴിച്ചവനക്കേ പടച്ചോൻ കൊടുക്കൂ, ഗൗരവത്തിൽ കണ്ടവനക്കേ കൊടുക്കൂ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു തവണ ചൊല്ലുമ്പോൾ മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് ആരാണ് ഒരു തവണ ചൊല്ലുന്നത്, ഉരിസതു ലഹു നഖ്ലതുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനക്ക് ഒരു ഈത്തപ്പന തൈ അവനക്ക് വേണ്ടി നടപ്പെടുമെന്നാണ്. ഒരു തവണ ചൊല്ലുമ്പോൾ 100 തവണ ചൊല്ലിയാൽ 100 എണ്ണം, 1000 തവണ ചൊല്ലിയാൽ 1000 എണ്ണം. സ്വർഗത്തിലാ സഹോദര, ഏതെങ്കിലും ഒരു ഹൈവന്റെ ഓരത്തല്ല, സ്വർഗത്തിലാ. അവനിക്ക് വേണ്ടി മാത്രമെന്ന് പറയുമ്പോ ഒരാളും അതിലേക്ക് വരൂല, അത് നമ്മുടേതാ. ആരും അവിടെ വരൂല, അത് നമുക്ക് മാത്രമുള്ളതാ. അങ്ങനെ 1 അല്ല 2 അല്ല, എത്ര എണ്ണം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും ആരോഗ്യത്തോടു കൂടെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഇത്തരം നന്മകളെ കുറിച്ച് ബോധവാന്മാരാവുക. ഇതിനെക്കുറിച്ച് നല്ല ബോധത്തോടു കൂടെ മനസ്സ് തട്ടി ഈ മഹത്വങ്ങളെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ച് നല്ല ആത്മാർത്ഥതയോടുകൂടെ കുറച്ചൊക്കെ ക്ഷമിച്ചും സഹിച്ചും നല്ലൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ഓരോ ദിവസവും ഒരു 100 തവണയെങ്കിലും ചൊല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധിപ്പെടുത്തുന്ന തസ്ബീഹിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. തസ്ബീഹ് ചൊല്ലുക എന്ന് പറയുമ്പോൾ കേവലം സുബ്ഹാനല്ലാഹ് എന്ന പദം മാത്രമല്ല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ തസ്ബീഹുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊന്നാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. രാവിലെ ചൊല്ലാനുള്ള പ്രാർത്ഥനകളുള്ളതാണ്. എന്താ സംഭവം എന്നറിയോ? എത്രയാണ് അതിന്റെ മഹത്വം എന്നറിയോ? സഹോദരൻ, അത് ചൊല്ലാൻ എത്ര സമയമാണ് നമ്മൾ എടുത്തത്? 15 സെക്കൻഡ് നമ്മൾ എടുത്തോ? വേണ്ടി വന്നിട്ടില്ല. ഇന്ന് എണ്ണി നോക്കി നിങ്ങൾ. ഒരു തവണയാണ് ചൊല്ലേണ്ടത്. ഒരു തവണ ചൊല്ലാൻ 15 സെക്കൻഡിന്റെ പോലും സമയമില്ല. അതിന് മഹത്വം എന്താണെന്നറിയോ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ആവശ്യത്തിന് സുബഹിക്ക് ഇറങ്ങി പോകുമ്പോ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മ ജുവൈരിയ ബിൻത് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ഇങ്ങനെ ദിക്ർ ദുആയിലിരിക്കുകയാണ്. പ്രവാചകൻ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും ലോഹയുടെ സമയത്താണ്. തിരിച്ചു വരുമ്പോഴും മഹദി അദ്കാറുകളിലും മറ്റുമൊക്കെയായി ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ഞാൻ പോകുമ്പോഴുള്ള ഇരുത്തമാണോ ജുവൈരിയ ഇരുത്തം? ഇതേ കർമ്മത്തിൽ തന്നെയാണോ നിങ്ങളുള്ളതെന്ന് ചോദിക്കുമ്പോൾ മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവില്ലേ? സുഹൃത്തേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് ഖുൽതു ബഅദകി 4 കലിമാത്തിൻ 3 മററാത്ത്. ഞാൻ നിനക്കൊരു 4 കാര്യം പറഞ്ഞു തരട്ടെ. 4 വാക്കുകൾ ഒരു 3 തവണ നിനക്ക് ചൊല്ലാൻ പറ്റുമോ? വെറും 3 തവണ. എന്താ അതിന്റെ പ്രത്യേകത? ലൗ വുസിനത് ബിമാ ഖുൽതി മുൻദിൽ യൗം ലവസനതുഹുന്ന. നീ ഇത്രയും സമയമെടുത്ത് പറഞ്ഞു കൂട്ടിയതിനേക്കാൾ മഹത്വം, അതിനേക്കാൾ കനം തൂങ്ങുമെന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ദുആ ഒരു 3 തവണ ചൊല്ലുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത്. സുബ്ഹാനല്ലാഹ്, അല്ലേ? സുബ്ഹാനല്ലാഹ് വബിഹംദിഹി. അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എത്രത്തോളം? അദദ ഖൽഖിഹി. ഞാൻ പറയുന്നത് എത്രയാണ്? അവന്റെ സൃഷ്ടിപ്പിന്റെ എണ്ണം എത്രയാണോ അത്രയും തവണ ഞാനിത് പറയാണ്. വരിളാ നഫ്സിഹി. അവന്റെ മനസ്സിൽ തൃപ്തി വരുവോളം ഞാനിത് ആവർത്തിക്കുന്നു എന്നാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ അതിന്റെ മഹത്വം പറയാണ്. എന്താ? അവന്റെ ഞാൻ എത്ര തവണ പറഞ്ഞാലാണോ അവന്റെ മനസ്സിനോട് തൃപ്തിയാകുക, റബ്ബിന്റെ മനസ്സിന് തൃപ്തിയാകണം എപ്പോഴാണോ അതുവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശിന്റെ കനം എത്രയാണോ അത്രയും വെയിറ്റിൽ ഞാനിത് പറയാണ്. വമിദാദ കലിമാതിഹി. അവന്റെ കലിമത്തുകളുടെ അത്രയും, അതിന്റെ മഷി എത്ര വേണം നമ്മൾ പറഞ്ഞത്? ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മരങ്ങളും പേനകളാക്കി എന്ന് കരുതുക. ഭൂമി ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങളും മഷിയായി കരുതുക. അള്ളാഹുവിന്റെ കലിമത്തുകൾ എഴുതി രേഖപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് മുഴുവൻ തീർന്നു പോകും. അപ്പൊ എത്ര വേണോ അത്രയും ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ്, അത്രയും ഞാൻ നിനക്ക് തസ്ബീഹ് നടത്തുന്നു എന്നാണ്. സുഹൃത്തേ, അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരു ദിവസം പോലും നാം മറക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു രൂപമാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഒരു തസ്ബീഹായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു. മൂന്നാമത്തെ ഒരു രൂപം അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇത് ചൊല്ലിയപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ചോദിച്ചു, മനിൽ ഖായിലു കലിമതു കദാ വകദാ. ഇപ്രകാരം പറഞ്ഞവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ ഞാനാണ്. എന്താ അത്ര അത്ഭുതം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിബ്തു ലഹാ ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. കാരണം എന്താണെന്നറിയോ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കപ്പെട്ട സമയത്ത് ആകാശലോകത്തുള്ള കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ്. ഈ പ്രാർത്ഥന കയറിപ്പോകാൻ വേണ്ടിയിട്ട് അത്രയേറെ ഘനഗാംഭീര്യമുള്ള വാക്കാണിത്. ഇത് കേൾക്കുന്ന സ്ഥലത്ത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക. അത് പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തവണ പോലും പറയാത്ത ഉപേക്ഷ വരുത്തിയിട്ടേയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരാ, ആ പ്രാർത്ഥനയും നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാൻ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. പൊതുവെ നമുക്ക് ഹിഫ്ളുള്ള ഒരു തസ്ബീഹിന്റെ രൂപമാണ് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ രൂപം
സുബ്ഹാനകല്ലാഹു വബിഹംദിക് വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന ഏറ്റവും സിമ്പിളായി രണ്ടുപേരിൽ ഒതുങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. പലപ്പോഴും ഈ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികം ചൊല്ലിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അവിടെ പ്രാർത്ഥിക്കുന്ന രൂപം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പൊതുവേ തസ്ബീഹിന്റെ മഹത്വങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ഒരു രൂപം മാത്രമല്ല എന്നും ഇതൊക്കെ പ്രത്യേകം വേളകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ആശയമറിഞ്ഞ് മഹത്വം ഉൾക്കൊണ്ട് പ്രതിഫലം മനസ്സിൽ കൊതിച്ച് ചൊല്ലാൻ കഴിയുന്നിടത്താണ് ഇതിന്റെ പരിപൂർണമായ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കണം എന്നുള്ളതാണ് എന്നോടെന്ന പോലെ സുഹൃത്തുക്കളെ സൂചിപ്പിക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനൊക്കെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് ഒരുമിച്ചിരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒട്ടനേകം നന്മയിൽ ഭാഗമാകുവാനുള്ള അവസരം മിക്ക വെള്ളിയാഴ്ചകളും നമുക്ക് ലഭിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നും അൽഹംദുലില്ലാഹ് തമിഴ്നാടിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് ഉറക്കെ പ്രഖ്യാപിച്ച് അള്ളാഹിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടു കൂടെ ഉയർന്നു വരുന്ന ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സഹകരിക്കാനുള്ള അവസരമുണ്ട്. ആരെയും നിർബന്ധിക്കില്ല സുഹൃത്തുക്കളെ, അവസരമുണ്ട്. നമുക്ക് കഴിയുമോ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ? ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ചെയ്യണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പള്ളിയുടെ മഹത്വവും അതിനിൽ നമ്മൾ എന്തെങ്കിലും 10 രൂപ കൊടുക്കുമ്പോൾ അതിന്റെ മെച്ചമൊന്നും ഇനിയും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. 2 ആഴ്ച മുമ്പ് നമ്മളൊരു കാര്യം ആവർത്തിച്ചതാണ്. അന്ന് അൽഹംദുലില്ലാഹ് നമ്മളാൽ കഴിയുന്ന നല്ലൊരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കൊടുക്കുന്നതിന്റെ എത്രയെന്നതല്ല, ആ മനസ്സാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ നല്ലൊരു നീയത്തോടു കൂടെ കൊടുക്കാൻ നമുക്ക് കഴിയണം. എത്ര പേർക്കാണ് അതിലൂടെ റഹ്മാനായ റബ്ബിന് ഹിദായത്ത് കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നൽകിയത് കൊടുക്കുന്നതാണ് പ്രയോഗം പോലും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മുടെ കൈകളിലുണ്ട്. ഇപ്പൊ നമുക്ക് ആ മനസ്സാണ് വേണ്ടത്. ഇതിനൊരു മനസ്സുണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷേ കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയതെല്ലാം ആ അനുഗ്രഹങ്ങൾ ഒരു വീഴ്ചയും വരുത്താതെ മുന്നോട്ടുള്ള തൗഫീഖ് നൽകട്ടെ. പക്ഷെ സുഹൃത്തുക്കളെ, അതിന്റെ നിലനിൽപ്പിൽ റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്കാണ് റഹ്മാനായ റബ്ബ് വീണ്ടും കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് പള്ളിയുടെ മഹത്വം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം അതിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ ഒട്ടനേകം ദഅ്വ പ്രവർത്തനങ്ങൾ ഒരു പള്ളിയുമായി ബന്ധം കേവലം നിസ്കരിച്ച് പിരിയാനുള്ളതല്ല. ആ സൗദം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ കേന്ദ്രീകരിച്ച് ഒരുപാട് ദഅ്വ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കൊണ്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് പഠന സംരംഭങ്ങൾ അതിനെ തുടർന്നിട്ട് നടക്കുന്നുണ്ട്. ഒട്ടനേകം ദഅ്വ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രൊജക്ടുകളാണ് ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്ന് വന്നിട്ടുള്ള. അവിടെയുള്ള പ്രവർത്തകന്മാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളൊന്നും ആർക്കും ഒരു വ്യക്തിപരമായി കൊണ്ടല്ലല്ലോ, അള്ളാന്റെ മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കും തോറും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനസ്സ് നമുക്ക് വീണ്ടും നിലനിർത്തിമാറാകട്ടെ. സുഹൃത്തുക്കളെ, 2 കോടി രൂപയാണ് ഇനിയും അവർക്ക് ആവശ്യമുള്ളതാണെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 1 സ്ക്വയർ ഫീറ്റ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ 2500 രൂപയാണ് 1 സ്ക്വയർ ഫീറ്റ്. നമ്മളത് ബാത്റൂമിൽ കയറ്റി ഇങ്ങനെ നോക്കുക. ഒരു ബാത്റൂം സൗകര്യത്തിന് വേണ്ടി നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റാണ് മാറ്റി വെച്ചിട്ടുള്ളത്, എത്ര ലക്ഷങ്ങളാണ് നമ്മൾ പൊടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുജൂദ് അർപ്പിക്കാൻ വേണ്ടി ഇതുവരെ ഉയരാത്തൊരിടത്തൊരു പള്ളി വരാൻ 1 സ്ക്വയർ ഫീറ്റിന് 2500 രൂപയാണ്. ഒരു മുസല്ല, ഒരാൾക്ക് ഇങ്ങനെ ഒരു മുസല്ല വിട്ടിട്ട് അവിടെ ഒന്ന് ശരിക്കും സുജൂദ് റുക്അൊക്കെ അർപ്പിച്ച് നിസ്കരിച്ച് മടങ്ങാനുള്ള ഒരു സ്പേസിന് എത്രയെന്നറിയോ? 15000 രൂപയാണ് ഇൻഷാ അല്ലാഹ് കണക്കാക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഒരാൾ അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ഒരു രൂപം ഉണ്ടെങ്കിൽ, ഒരാൾക്ക് സ്വസ്ഥമായി നിസ്കരിക്കാൻ മാത്രമുള്ള സ്പേസ് നമ്മുടെ വകയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഭാഗത്ത് വന്ന് ഇൻഷാ അല്ലാഹ് എത്ര ആളാണ് നിസ്കരിക്കുന്നത് അതിന്റെ ഒക്കെ ഒരു കൂലി കിട്ടുമെന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെയും അവസ്ഥ എന്താണോ അതിനനുസരിച്ച് നമ്മൾ അള്ളാന്റെ വീടിന് വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും സഹകരിക്കുക.